ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജുജുറ്റ്സു കൈസൻ ആനിമിയിലെ സ്ട്രോങ്ങസ്റ്റ് ആയ രണ്ടുപേർ തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കും എന്നതാണ്. ആദ്യം തന്നെ ടോജിയെ പറ്റി പറയാം. സെനീൻ ക്ലാനിലെ ഒരംഗവും അസാധാരണമായ ശാരീരിക കഴിവുകളും ശപിക്കപ്പെട്ട ഊർജ്ജക്കുറവും കൊണ്ട് അറിയപ്പെടുന്ന ഒരു കൊലയാളിയാണ് ടോജി. ശക്തരായ മന്ത്രവാദികളായ സുഗുരുകേറ്റോ മന്ത്രവാദികളെ കീഴടക്കിയതിന്റെ പേരിൽ സെനീൻ ക്ലാനിൽ നിന്ന് പുറത്താക്കപ്പെടുകയും സോർസർ കില്ലർ എന്ന പേര് വരികയും ചെയ്തു. ടോജിയുടെ സ്വഭാവം ശാന്തവും വ്യത്യസ്തവുമാണ്. അതുകൂടാതെ കൂടിയ അളവിലുള്ള ശാരീരിക ശക്തിയും വേഗതയും തന്ത്രപരമായ പെരുമാറ്റവുമാണ് ടോജിക്കുള്ളത്. ഇനി മറുവശത്തുള്ളത് നവോയ ആണ്. ടോജിയുടെ അതേ ക്ലാനിൽപ്പെട്ട മെമ്പറാണ് നവോയ. സത്യം പറഞ്ഞാൽ ടോജി നവോയയുടെ അങ്കിളായി വരും. സീസൺ 3യിലെ ആദ്യ എപ്പിസോഡിലാണ് നവോയയുടെ എൻട്രി ആദ്യമായി കാണിക്കുന്നത്. അഹങ്കാരിയും കൃത്യമായി ആക്രമിക്കാനുള്ള കഴിവും സ്വന്തം പദവി ഉയർത്താൻ വേണ്ടി ദുർബലരെ ലക്ഷ്യം വെച്ച് അവരെ ഇല്ലാതാക്കുന്നു. നവോയയുടെ എബിലിറ്റി എന്നത് പ്രൊജക്ഷൻ ടെക്നിക്കാണ്. കേഴ്സ് എനർജി തന്റെ ശരീരത്തിലേക്ക് സ്വീകരിച്ച് തന്റെ കഴിവുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ടോജിയും നവോയും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടന്നാൽ ഉറപ്പായിട്ടും ടോജി ആയിരിക്കും വിജയിക്കുക. കാരണം ടോജിക്ക് എക്സ്പീരിയൻസ് കൂടുതലാണ്. അതുകൂടാതെ ഗോജോവിനെ കൊല്ലുന്ന അളവിൽ ടോജി എത്തിയിട്ടുണ്ടാകും. ആ ഫൈറ്റ് കണ്ടവർക്കറിയാം ടോജി എത്രമാത്രം പവർഫുൾ ആണെന്ന്.